നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2022 ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച സിനിമകൾക്കുള്ള നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പലരും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് നൻപകൽ നേരത്തിലൂടെ മമ്മൂട്ടി അവാർഡ് പ്രതീക്ഷിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കാതൽ എന്ന് പറയുന്ന സിനിമയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പല യൂട്യൂബ് ചാനലുകളിലും വീഡിയോ കാണാം. പലരും വലിയ കാര്യമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട്. സത്യത്തിൽ ആ ചിത്രം ഈ വർഷത്തെ അവാർഡിന് പരിഗണിക്കുന്നതല്ല. എന്നാൽ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം, അതുപോലെ തന്നെ പുഴു എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സാന്നിധ്യവും ഈ വർഷത്തെ അവാർഡിൽ മമ്മൂട്ടി വളരെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ തന്നെ മമ്മൂട്ടിക്ക് ശക്തമായിട്ടുള്ള ഒരു എതിരാളിയുണ്ട്. അത് കാന്താര എന്ന് പറയുന്ന ചിത്രവും അതിനകത്തെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയുമാണ് ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡിന് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരും ഋഷഭ് ഷെട്ടിയുടേതാണ് എന്നുള്ളൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. മമ്മൂട്ടിയുടെ ചിത്രമോ അല്ലെങ്കിൽ നൻപകൽ എന്ന് പറയുന്ന ചിത്രമോ മമ്മൂട്ടിയോ അല്ല. ഒരുപക്ഷെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് പരിഗണിക്കുമ്പോൾ കാന്താരയേക്കാൾ മുകളിലേക്ക് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ പരിഗണിക്കപ്പെട്ടേക്കാം. പക്ഷേ ഏറ്റവും മികച്ച പ്രകടനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടി നേരിടുന്നത്. അത് പ്രകടനത്തിൻ്റെ കാര്യം സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. നൻപകൽ നേരത്ത് മയക്കമായാലും അതുപോലെ തന്നെ കാന്താരയായാലും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് രണ്ടുപേരും കാഴ്ചവച്ചിരിക്കുന്നത്. എന്നാൽ കാന്താര എന്ന് പറയുന്ന സിനിമയേക്കാൾ വ്യത്യസ്തമായിട്ട് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയ്ക്കുള്ളൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങളായിട്ട് മമ്മൂട്ടി അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, രണ്ടാമത്തെ കഥാപാത്രം കൊണ്ടുപോകുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ്. എന്നാൽ കാന്താരയിലും അതുതന്നെയാണ് അവസ്ഥ. അദ്ദേഹം രണ്ട് തരം ക്യാരക്ടറുകളായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതിൽ തന്നെ ക്ലൈമാക്സിൽ വരുന്ന ആ ഒരു പ്രകടനമൊക്കെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു അവാർഡ് കമ്മിറ്റി ഈ രണ്ട് സിനിമകളെ ഏത് രീതിയിൽ പരിഗണിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. പക്ഷേ 99% എൻ്റെ പ്രതീക്ഷ നിൽക്കുന്നത് കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്കായിരിക്കും മികച്ച അവാർഡ് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് നാഷണൽ മീഡിയകളിലെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നാഷണൽ മീഡിയകളിലും മമ്മൂട്ടിയുടെ ചിത്രത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള പരാമർശങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും കാന്താരയ്ക്ക് തന്നെയായിരിക്കും അവാർഡ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാത്തിരിക്കാം അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി.